അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എനിക്ക് ശരി. കൊച്ചു കൊള്ളാം അല്ലേടാ വർക്കിച്ച. എന്താണ് തനിക്ക് നന്നായിട്ട് ബോധിച്ചെന്ന് തോന്നുന്നു. പിന്നെ അപ്സരസിനെ പോലെ ഇരിക്കുമ്പോൾ എങ്ങനെ ബോധിക്കാതിരിക്കും? കാര്യമായ സംസാരത്തിലാണെന്ന് തോന്നുന്നു. അഗ്നിയോ, കയറി വാ, ഇരിക്ക്. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഞാൻ തൻ്റെ സ്വീകരണത്തിന് വന്നതല്ല. വർക്കിച്ച, തനിക്ക് അഗ്നിയെ അറിയില്ലേ? ആ പിന്നെ അറിയാതെ അഗ്നിയെ അറിയാതെ ആരാ ഉള്ളേ? ആ നമസ്കാരം, ഒരു 2 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. ഇവിടെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ആ ഇതാരാ? വർക്കിച്ചനോ? വർക്കിച്ചന് ഞങ്ങളൊരു ഡിസ്റ്റർബൻസ് ആയോ? ഏയ് ഇല്ലെന്നേ, ഞാൻ ചുമ്മാ കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ. അപ്പോൾ കണ്ടല്ലോ, ഇനി വിട്ടോ. ആ അല്ല, ഞങ്ങൾക്ക് വർക്കിച്ചനൊരു ഡിസ്റ്റർബൻസ് ആവും, അതാ. ഓ എങ്കിൽ എങ്കിൽ ശരി വിശ്വനാഥ, ഞാനങ്ങോട്ട്. അഗ്നി പോട്ടെ. അപ്പോൾ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, RK ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടി ഡെന്നിസ് തനിക്ക് തന്ന 2 കോടി രൂപയില്ലേ, അതെവിടെയാ? RKക്കാർ പറഞ്ഞത് അതവർക്ക് കിട്ടിയില്ലെന്നാ. എന്നാൽ ഡെന്നിസ് അത് തനിക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെവിടെയാണെന്ന് അറിയുന്നത് തനിക്ക് മാത്രം. അപ്പോൾ പറ, അതെവിടെയാണെന്ന്. അയ്യോ അഗ്നി, ഹരിയും ഡെന്നിസൊക്കെ തന്ന പണം ഞാൻ അതുപോലെ അവർക്ക് കൊടുക്കുക ചെയ്തത്. ഇത് ചിലപ്പോൾ വല്ല മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കും. നീ ഫയൽസൊക്കെ ചെക്ക് ചെയ്തില്ലേ? ഫയൽസ് ചെക്ക് ചെയ്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. താൻ എന്താ വിചാരിച്ചത്? ഉഡായിപ്പ് കാണിച്ച് ഫയൽസും ക്ലിയർ ചെയ്താൽ ഞങ്ങളൊന്നും അറിയില്ലെന്ന് കരുതിയോ? വീട്ടിലിരിക്കുന്ന അമ്മയുടെയും പെങ്ങളുടെയും പേരും പറഞ്ഞ് തനിക്ക് ചിലപ്പോൾ സത്യങ്ങൾ മറച്ചു പിടിക്കാനായേക്കും. പക്ഷേ ജീവനപ്പേടിയുള്ളത് കാരണം ഈ അഗ്നിയുടെ മുന്നിൽ ആരും ഒന്നും മറച്ചു വയ്ക്കില്ല. അഗ്നി, എനിക്ക് താൻ കിടന്ന് മെഴുകേണ്ട ഒരാവശ്യവുമില്ല. കള്ളനാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ഞങ്ങൾ കൂടെ കൊട്ടിയത് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പം തന്നെ വെറുതെ വിടാൻ പോകുന്നതും താനാണത് ചെയ്തതെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് അതങ്ങ് സമ്മതിച്ചേക്ക്. അഗ്നി, അതങ്ങനെയല്ല. പെട്ടെന്നൊരാവശ്യം വന്നപ്പോൾ ഞാൻ എടുത്തു എന്നത് ശരിയാ. അത് ഞാൻ നിന്നോട് പറയാമെന്ന് കരുതി. പക്ഷേ എന്തോ അതങ്ങ് വിട്ടുപോയി. എന്തായാലും ഇപ്പം തന്നെ ഞാനത് തിരിച്ചു തരാം, പോരെ? എന്നാ എനിക്ക് ആ 2 കോടി ഇനി വേണ്ട. പകരം മിനിഞ്ഞാന്ന് താൻ എഴുതി വാങ്ങിയ ആ 10 ഏക്കറില്ലേ, അത് ഞാനങ്ങ് എടുത്തു. അയ്യോ അഗ്നി, അങ്ങനെ ചെയ്യരുത്. അതവർക്ക് വിൽക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചെടുത്തതാണ്. അഗ്നിക്ക് ആ പകരം എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എത്ര വേണമെങ്കിലും തരാം. നിങ്ങൾ എന്താ മിസ്റ്ററി പറയുന്നത്? അതവൻ എടുത്തു എന്നാ പറഞ്ഞത്, അല്ലാതെ എടുക്കാൻ പോവുകയാണെന്നല്ല. തൻ്റെ ബിരാമി ജോസഫിൻ്റെ പേരിലായിരുന്നില്ലേ അത്? ഒന്ന് മുട്ടിയപ്പോൾ അവൻ ഇതങ്ങ് എഴുതി തന്നു. അഗ്നി, അതൊന്നുമില്ല വിശ്വനാഥ. താൻ മോഹിച്ചത് മറ്റാർക്കും വിട്ടുകൊടുക്കാത്തതുപോലെ ഈ അഗ്നി പിടിച്ചെടുത്തതൊന്നും ഇതുവരെ ആർക്കും വിട്ടുകൊടുത്ത ശീലമില്ല. ഏതായാലും ശരി, എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങുക. പിന്നെ തന്നെ വെറുതെ വിടാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടല്ല, അച്ഛൻ്റെ കൂട്ടുകാരനായിപ്പോയി, അതുകൊണ്ട് മാത്രം. എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ട്. പിന്നെ ആ ജോസഫ് സിറ്റി ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ആര് ചോദിച്ചാലും എന്താ പറയേണ്ടതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി താനായിട്ട് അത് തിരുത്താൻ പോകണ്ട, മനസ്സിലായല്ലോ? ആ രേവതി. ആ സാറോ? അദ്ദേഹം വാർഡിലുണ്ട്. ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. ഓ ശരി. അല്ല, ഒരു മിനിറ്റ്. അവൻ ഹോസ്പിറ്റലിലാണെന്ന് കേട്ടിരുന്നു. എന്താ പറ്റിയതെന്നൊന്നും അറിഞ്ഞില്ല. എന്ത് പറ്റിയത്? ഓ, അതിന്നലെ ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴി പട്ടി കുറുകെ ചാടിയതാ. വണ്ടി മറിഞ്ഞു. കാലിനും കൈക്കൊക്കെ പരുക്കുണ്ട്. ഓ എങ്കിൽ ശരി, രേവതി പൊക്കോ, ഞാൻ അവിടെ ഉണ്ടാവും. ദാ ഫുഡ്. ഇതെന്താ, ബ്രെഡ് ഓംപ്ലേറ്റോ? നീ ഇത്രയും നേരം കിച്ചണിൽ ഇതാണോ ഉണ്ടാക്കിയേ? പിന്നെ നീ എന്താ കരുതി ഞാൻ ബിരിയാണി വെക്കുകയാണെന്നോ? അതിനൊക്കെ വേറെ ആളെ നോക്ക്. ഞാൻ നിന്റെ കുക്കല്ല, നിന്റെ PA. അപ്പോൾ എന്നും കിച്ചണിൽ കയറി ചോറും കറിയും വെക്കുമ്പോൾ നീ അപ്പോൾ PA അല്ലേ? ഇന്ന് മാത്രമാണോ നീ PA ആയത്? അല്ല, ഇനി അങ്ങോട്ട്. ഇനി നിനക്ക് നേരത്തും കാലത്തും ഫുഡ് വേണമെങ്കിൽ ഒന്നെങ്കിൽ നീ ഒരു കുക്കിനെ വെക്ക്, അല്ലെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കുക. ആ കൊച്ച് നിനക്ക് ഫുഡ് ഉണ്ടാക്കി തന്നോളും. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മോനെ അർജുൻ കൃഷ്ണ, ഇന്ന് തറവാട്ടിൽ നിന്ന് ആരുടെ കോളാണ് നിനക്കുണ്ടായിരുന്നേ? അത് പിന്നെ മുത്തശ്ശി വിളിച്ചപ്പോൾ ദേ നോക്ക്, അവരെല്ലാവരും നിന്റെ വിവാഹം കാണാനുള്ള ആഗ്രഹത്തിലാണ്. എന്നാൽ നീയാണെങ്കിലോ? അവരാഗ്രഹിച്ചോട്ടെ, പക്ഷേ എനിക്കതിന് താല്പര്യമില്ല. അത് മാത്രമല്ല, ഇനി മേലായി ഈ കാര്യം പറഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് വരരുത്, മനസ്സിലായല്ലോ? ഓ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നമ്മളെന്നാ തറവാട്ടിലേക്ക് ചെല്ലുന്നതെന്ന് ചോദിച്ചു.
ഏതായാലും നമ്മൾ വേദിയുടെ എൻഗേജ്മെൻറ്റിന് വരാനിരിക്കുകയായിരുന്നില്ലേ? ഇതിപ്പോൾ നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് നേരത്തെ വരില്ലേ എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. അല്ല, ഞാനെന്താ പറയണ്ടേ? അത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഏകദേശം എത്ര ദിവസം കാണും? അങ്ങനെ ചോദിച്ചാൽ കാര്യമായിട്ടൊരു 2-3 മീറ്റിംഗ് ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ വേറെയും കുറച്ച് കാര്യങ്ങളുകൂടി. ഒരു 3-4 ദിവസം കൂടി നിൽക്കേണ്ടി വരും. അത്രേ വേണ്ടി വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് തറവാട്ടിലേക്ക് പോവാം. പിന്നെ നാളെ നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ? എടാ, ആ ZTVക്കാരുടെ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി 2 വർഷമായി അവർ നമ്മുടെ പുറകെ നടക്കുക. അതുകൊണ്ട് ഞാൻ നാളത്തേക്ക് ഡേറ്റ് അങ്ങ് കൊടുത്തു. ഒരു 1 ഹവറിൻ്റെ കാര്യമുള്ളൂ. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 11 മണി വരെ. ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് AD ഗ്രൂപ്പ്സ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടറും CEO-യുമായ AD എന്നറിയപ്പെടുന്ന അഗ്നിദേവ് വർമ്മയാണ്. വെൽക്കം സർ. സോ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയൊരു ബിസിനസ്മാനാണ് സർ. ഈ ഒരു അവസരത്തിൽ എത്തി നിൽക്കുമ്പോൾ സാറിന് എന്താ പറയാനുള്ളത്? ഐ ഫീൽ വെരി ഹാപ്പി. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വലിയ ഉയർച്ച പ്രതീക്ഷിച്ചൊന്നുമല്ല AD ഗ്രൂപ്പ്സ് തുടങ്ങിയത്. ഇന്ന് ഈ ഒരു ഉയരത്തിൽ എത്തി നിൽക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് തന്നെയാണ്. എൻ്റേത് മാത്രമെന്ന് പറയാൻ പറ്റില്ല. AD ഗ്രൂപ്പ്സിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ടീം, അവരുടെ എല്ലാം ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇന്ന് ഈ ഒരു പൊസിഷനിൽ ഞാൻ എത്തി നിൽക്കുന്നത്. സാറിൻ്റെ അച്ഛനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ദി ഗ്രേറ്റ് ബിസിനസ്മാൻ മഹാദേവ് വർമ്മ. ആക്ച്വലി സാറിൻ്റെ ഈ ഒരു ബിസിനസ് ലൈഫിൽ അദ്ദേഹമാണ് സാറിൻ്റെ റോൾ മോഡൽ. തീർച്ചയായും അദ്ദേഹത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ലോകത്തേക്ക് കടന്നു വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ബിസിനസ് ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഈ എൻറ്റയർ ലൈഫും ഞാൻ അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ബിസിനസ് വാർത്തകൾക്കുപരി ചില റൂമേഴ്സും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സാറിനെ ആരാധിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കുറിച്ച്, സാറിന് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളെ കുറിച്ച്, അങ്ങനെയല്ല. അതിനെക്കുറിച്ചെല്ലാം സാറിന് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല, അതുകൊണ്ട് ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഓക്കെ, ദെൻ സാറിൻ്റെ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് പറയാമോ? കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ചുള്ള സാറിൻ്റെ കൺസെപ്റ്റ്, അങ്ങനെയൊക്കെ. എൻ്റെ ബിസിനസ് ലൈഫിനെ കുറിച്ച് അറിയാനാണോ അതോ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയാനാണോ ഈ ഇൻ്റർവ്യൂ? അത് സാർ ബിസിനസ് പരമായ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ തനിക്ക് പോവാം. സർ പ്ലീസ്. സാർ. നാൻസി, ഇങ്ങ് വാ. വിക്രം, എനിക്ക് പേടിയാവുന്നു. ആൽബിൻ സാറിനോട് ഇനി നമ്മൾ എന്താ പറയുക? അതിനെക്കുറിച്ച് ആലോചിച്ച് നീ പേടിക്കണ്ട. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് സാറ് നമ്മളെ ഇങ്ങോട്ട് അയച്ചേ. അയാൾക്ക് അങ്ങനെ പല ചോദ്യങ്ങളും പറ്റില്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് അല്ലേ? ഇതൊക്കെ നമ്മളെല്ലാവരോടും ചോദിക്കുന്നതല്ലേ? ഇതിലൊക്കെ ഇപ്പോൾ ഇത്ര ദേഷ്യം വരാൻ എന്താ ഉള്ളത്? ഇതൊക്കെ കോമൺ തന്നെയാണ്. പക്ഷേ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത ഒരു വ്യക്തിയോട് നിങ്ങളുടെ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞ പിന്നെ അയാൾക്ക് ദേഷ്യം വരില്ലേ? എന്താ പറഞ്ഞ് വിവാഹം കഴിക്കില്ലെന്നോ? വൈ? എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ ഒരു ടോക്കൊക്കെ ഉണ്ട്. അയാളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ബിസിനസ്സും അയാളുടെ അച്ഛനും മാത്രമാണ്. ഒരു കോൾഡ് പേഴ്സണാലിറ്റി. അങ്ങനെയൊക്കെ ഒരാളുടെ പുറകെ നടക്കുന്നവരെ അയാൾ മൈൻഡ് ചെയ്യുന്നതാണോ നീ വിചാരിക്കുന്നത്? അവർക്ക് അയാളുടെ സ്വത്ത് മോഹിച്ചാൽ AD ഗ്രൂപ്പ്സിൻ്റെ പേരിൽ തന്നെ കോടിക്കണക്കിന് സ്വത്തുക്കൾ, പിന്നെ വർമ്മ ഗ്രൂപ്പ്സിൻ്റെ പേരിൽ. അതൊക്കെ കണ്ടിട്ടാണ് ഇവർ ഈ പുറകെ നടക്കുന്നത്. AD ഗ്രൂപ്പ്സ് ഓക്കെ, പക്ഷെ വർമ്മ ഗ്രൂപ്പ്സ്. അപ്പം അയാൾക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ മഹാദേവ് വർമ്മയിൽ വേറെ മക്കളൊന്നുമില്ല. പിന്നെ അയാൾക്ക് കുറച്ച് കസിൻസ് ഉണ്ട്. നിനക്ക് അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് അറിയോ? അധികമൊന്നും അറിയില്ല. അയാൾ മഹാദേവ് വർമ്മയുടെ മകനാണെന്നറിയാം. പിന്നെ മഹാദേവ് വർമ്മ ഏതോ വലിയ തറവാട്ടുകാരനാണെന്നോ അങ്ങനെയോ അറിയാം. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. തിരുവനന്തപുരത്തെ പേര് കേട്ട തറവാടായ മംഗലത്തെ തറവാടിൽപ്പെട്ട ആളാ ഈ മഹാദേവ് വർമ്മ. അയാളുടെ അച്ഛൻ ജനാർദ്ദന വർമ്മയും സരസ്വതി അമ്മയും. ഈ ജനാർദ്ദന വർമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഒരു 10 വർഷം മുമ്പ് അയാൾ മരണപ്പെട്ടു, നോർമൽ ഡെത്ത്. ഇപ്പോൾ തറവാട്ടിൽ മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ ആയി സരസ്വതി അമ്മ ഹാപ്പി. സംഭവം ഈ ജനാർദ്ദന വർമ്മയുടെ കാലത്ത് തന്നെ പേര് കേട്ട തറവാടാ ഈ മംഗലത്തെ തറവാട്. കൃഷിയും കൃഷിയിടങ്ങളും അങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ. സത്യം പറഞ്ഞാൽ ഒരു 4-5 തലമുറയ്ക്ക് ഉണ്ണാനുള്ളത് അയാൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മക്കളുടെ കാലം എത്തിയപ്പോൾ ബിസിനസ്സിലും. ഈ മഹാദേവ് വർമ്മയുടെ വൈഫ് ഈ അഗ്നിദേവിൻ്റെ ഡെലിവറി ടൈമിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് കാരണം മരണപ്പെട്ടു. ആ ഒരു ഡീറ്റെയിൽസേ അറിയൂ, വേറൊന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ പേര് പോലും അല്ലെങ്കിൽ ഫോട്ടോ പോലും ഇല്ല. പിന്നെ മഹാദേവ് വർമ്മയ്ക്കുള്ളത് ഒരു ബ്രദർ ആൻഡ് സിസ്റ്ററാണ്. ബ്രദർ മാധവ് വർമ്മ, ആൾ ഡോക്ടറാണ്. വർമ്മ ഗ്രൂപ്പ്സിൻ്റെ തന്നെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലാണ് വർമ്മസ് മെഡിസിറ്റി. അവിടുത്തെ പേര് കേട്ട കാർഡിയോ സർജനാണ് ഈ മാധവ് വർമ്മ. ഭാര്യ സുമിത്ര. അവർക്ക് 2 പെൺമക്കൾ. മൂത്ത ആൾ വേദലക്ഷ്മി, ആളും ഡോക്ടർ തന്നെയാണ്. രണ്ടാമത്തെ ആൾ വൈകാലക്ഷ്മി. ആൾ AD എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുക. ഇപ്പോൾ 3rd ഇയർ ആണെന്ന് തോന്നുന്നു.
പിന്നെ മഹാദേവ് വർമ്മയ്ക്കുള്ളത് ഒരു സഹോദരിയാണ്, ശ്രീദേവി വർമ്മ. ആളെ കല്യാണം കഴിച്ചത് ഈ മാധവ് വർമ്മയുടെ ഭാര്യ സുമിത്രയുടെ ബ്രദർ തന്നെയാണ്, ഒരു വാസുദേവൻ. ഈ വർമ്മ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ദുബായിൽ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് അങ്ങേര. അവർക്ക് ഒരൊറ്റ മോളാവുള്ള ദക്ഷപ്രിയ. ആള് M.Com സ്റ്റുഡൻ്റ്. ഇവരാണ് അഗ്നിദേവ് വർമ്മയുടെ സിബ്ലിങ്സ് അഥവാ കസിൻ സിസ്റ്റേഴ്സ്. AD ഗ്രൂപ്പ്സിന്റെ പേരിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവസ്ഥയാവുള്ളത്. പിന്നെ മഹാദേവ് വർമ്മയ്ക്ക് വർമ്മ ഗ്രൂപ്പ്സിന്റെ 80% ഷെയറും, അപ്പോൾ അതും കിട്ടും. പിന്നെ മംഗലത്ത് തറവാടിൻ്റെ ഷെയറും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതും ഇനി വരാൻ പോകുന്നതും കൂട്ടിയാൽ തന്നെ ഒരു 10-15 തലമുറയ്ക്ക് ഉണ്ണാനുള്ളത് ഇപ്പോൾ തന്നെ അയാളുടെ പേരിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായി പെണ്ണുങ്ങൾ ഇയാളുടെ പുറകെ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഈ സാധാരണക്കാർക്ക് ചിന്തിക്കാമെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിശാലിയായ അഗ്നിദേവ് വർമ്മയ്ക്കും ചിന്തിച്ചൂടെ? അപ്പോൾ പിന്നെ ഇയാൾ ഇവരൊക്കെ മൈൻഡ് ചെയ്യൂ? ഓഹോ, അപ്പം അങ്ങനെ. അല്ല, നിനക്ക് ഈ ഡീറ്റെയിൽസൊക്കെ എവിടെ നിന്ന് കിട്ടി? കഴിഞ്ഞ 2 വർഷമായി നമ്മൾ ഇൻ്റർവ്യൂവിന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് ഒരു പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആൽബിൻ സാർ പറഞ്ഞത്, എങ്കിൽ നമുക്കൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും അങ്ങനെയൊക്കെ. അങ്ങനെ അന്വേഷിക്കാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചു, അങ്ങനെ കണ്ടെത്തിയതായി ഡീറ്റെയിൽസൊക്കെ. പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അന്ന് ഞങ്ങൾ അർജുൻ സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് ഈ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പുറത്ത് പറയുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം, അല്ലാതെ വേണ്ടാന്ന്. അപ്പോൾ പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തു. അതാരെ ഈ അർജുൻ സാർ? ഇതേ നോക്ക്, ഒരു ബൗണ്ടറി കഴിഞ്ഞ് അഗ്നിദേവ് വർമ്മയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അച്ഛനായ മഹാദേവ് വർമ്മയ്ക്ക് പോലും അവകാശമില്ല. അതിന് അവകാശമുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അയാളാണ് ഈ അർജുൻ സാർ. ഈ മംഗലത്തെ തറവാട്ടിലെ കാര്യസ്ഥൻ കൃഷ്ണ നായരുടെ മകനാണ് ഈ അർജുൻ കൃഷ്ണ. ഒരു 3-4 വയസ്സുള്ളപ്പോൾ എന്തോ അസുഖം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. അങ്ങനെ തറവാട്ടിലേക്ക് ജോലിക്ക് വരുമ്പോൾ കൃഷ്ണ നായർ മകനെ ഒപ്പം കൂട്ടാൻ തുടങ്ങി. അഗ്നിക്ക് അന്ന് മുതലുള്ള കൂട്ടായി അർജുൻ കൃഷ്ണ. പിന്നീട് മഹാദേവൻ സാർ അമേരിക്കയിലേക്ക് പോയപ്പോൾ അഗ്നിദേവൻ്റെ കൂടെ അർജുൻ കൃഷ്ണയുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും അവരൊറ്റക്കെട്ട. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, തിരുവനന്തപുരത്ത് ഇവരുടെ നാട് എവിടെയാ? നീ വെള്ളനാടെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവിടെ നിന്നൊരു 2 കിലോമീറ്റേഴ്സ് ഉള്ളോട്ട് ഒരു വലിയ ഗ്രാമപ്രദേശം. അതാരാ കൃഷ്ണ വരണേ? ശ്രുതിയാണല്ലോ അത്. എന്തൊക്കെയുണ്ട് സരസ്വതി അമ്മയെ വിശേഷങ്ങൾ? എൻ്റെ ശ്രുതി, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇത്രക്ക് തിരക്കാ നിനക്ക്? അതിനെവിടാ സമയം സരസ്വതി അമ്മേ, ഉത്സവം ഇങ്ങടുത്തു, അതിൻ്റെ തിരക്കിലാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, സംഭാവന വാങ്ങാനായിട്ട് മാധവേട്ടൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് 2-3 ദിവസമായി. കൂടണ്ടേ? ഇന്നാവുന്ന തക്കം കിട്ടി, അപ്പോൾ ഒന്ന് പോയതാ. അപ്പോൾ മാധവേട്ടൻ പറഞ്ഞു കൃഷ്ണേട്ടനെ ഏൽപ്പിച്ചു, വൈകുന്നേരം അവിടെ വന്ന് തന്നോളൂന്ന്. ഞാനത് വൈകുന്നേരത്ത് അങ്ങ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത് കുഴപ്പമില്ല, എന്തായാലും എനിക്കിവിടെ രാഘവൻ്റെ വീട് വരെ ഒന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ കയറിയിട്ട് അതങ്ങ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇനിയിപ്പോൾ കൃഷ്ണേട്ടൻ അതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ അതങ്ങ് എടുത്തിട്ട് വരാം. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? അയ്യോ വേണ്ട, അതിനൊന്നും സമയമില്ല. അതുമല്ല, പിന്നെ ഞാൻ രാഘവൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചായ കുടിച്ചിട്ടാണ് വരണേ. ഇപ്പം ഇനിയിപ്പോൾ ഒന്നും വേണ്ട. ഇന്ന് അഗ്നി വരുന്നുണ്ടല്ലേ സരസ്വതി അമ്മേ? അതായിരിക്കും ആരും പുറത്തേക്ക് കാണാത്ത. അവൻ രാത്രി എത്തുന്നാ പറഞ്ഞേ. വേദമോളുടെ കല്യാണ നിശ്ചയമല്ലേ വരണേ, അതുകൊണ്ട് തുണികൾ എടുക്കാനും ആഭരണങ്ങൾ എടുക്കാനും ഒക്കെ പോവാൻ നിൽക്കുക. അതിനുള്ള പുറപ്പാടില്ല എല്ലാവരും. അത് ഞാൻ അങ്ങോട്ട് മറന്നു. മാധവേട്ടൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലേക്ക് വന്നിരുന്നു. ഇതാ പറഞ്ഞത്രയും തുകയില്ലേന്നൊന്ന് നോക്കിയേക്ക്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൃഷ്ണേട്ടാ, അതെപ്പോഴും കൃത്യമായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, ഇരിക്കാനും സംസാരിക്കാനൊക്കെ പിന്നീട് വരാം. ആയിക്കോട്ടെ, നേരില്ലേച്ചാ പിന്നെ എന്താ ചെയ്യുക? അമ്മേ, മരുന്നൊക്കെ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, സാവിത്രി തന്നോളും. മാധവേട്ടൻ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു, ഇന്ന് OP-യിൽ ആൾക്കാർ കുറവാ, അതുകൊണ്ട് ഇപ്പം തന്നെ വരുന്നുണ്ടെന്ന്. അതൊക്കെ സാവിത്രി എടുത്ത് തന്നോളും. നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് പോരാൻ നോക്ക്, ആ കുട്ടി വരുമ്പോഴത്തേക്കും ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കാനുള്ളതാ. അതൊന്നും ആലോചിച്ച് അമ്മ പേടിക്കണ്ട. ഇവിടെ സാവിത്രി ഇല്ലേ, നേരെ വൈകുകയാണെങ്കിൽ തന്നെ അവൾ ഒരുക്കി വെച്ചോളൂ ഓരോന്നും. പിന്നെ അവർ ഫ്ലൈറ്റ് ലേറ്റ് ആണെന്നാ പറഞ്ഞേ, ചിലപ്പോൾ അവർ കഴിച്ചിട്ടാവും വരണേ. അങ്ങനെയാണെങ്കിൽ രാവിലത്തേക്ക് നോക്കിയാൽ മതി. മാധവൻ എത്തിയല്ലോ. റെഡി ആയോ എല്ലാവരും? പോവില്ലേ? നിങ്ങൾ വസ്ത്രമൊന്നും മാറണില്ലേ ദേവേട്ടാ? ഞാൻ വസ്ത്രം മാറാൻ പോവുകയാണ്. അപ്പോഴേക്കും നീ എല്ലാവരോടും ഇറങ്ങാൻ പറയേ. ദേവൻ വിളിച്ചിരുന്നോ മാധവ? അവൻ എപ്പോഴാണ് എത്തുകയെന്ന് പറഞ്ഞോ? ദേവേട്ടൻ മിക്കവാറും നാളെ എത്തുള്ളൂ. ആ പ്രൊജക്റ്റ് നമുക്ക് കിട്ടാതിരിക്കാൻ മറ്റവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്നാണ് കേട്ടെ. മാധവ, ശ്രുതി വന്നിരുന്നു. ഇപ്പോഴാ പോയേ? അവനിന്ന് രാവിലെ ആശുപത്രിയിലേക്ക് വന്നിരുന്നു. ഒരുമിച്ച് ഇറങ്ങാന്ന് പറഞ്ഞതാ ഞാൻ അവനോട്. അവന് നേരം വേണ്ടേ? ശ്രീ എവിടെ? അവളും ഒരുങ്ങി തീർന്നിട്ടില്ലേ? ഞങ്ങൾ രണ്ടാളും ഒരുക്കം തീർന്നതാ. ഇനി മക്കൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. എന്നാൽ പിന്നെ ഞാനിത് അങ്ങോട്ട് മാറ്റിയിട്ട് വരാം.
ഈ പിള്ളേരത് ഇപ്പോഴും കഴിഞ്ഞില്ലേ? ആ, എൻ്റെ വേദമോ എത്തി. ഇനി 2 കൂടി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അവരുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ വേദേ? ദച്ചുവിൻ്റെ ഒരുക്കം കഴിഞ്ഞതാ. വൈജു ഡ്രസ്സ് മാറ്റിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് ഇനി അവളുടെ ഒരുക്കം എപ്പോൾ തീരാനാ? ആ, ദച്ചു എത്തിയല്ലോ. അവളുടെ ഒരുക്കത്തേക്ക് തീർന്നില്ലേ ദച്ചു? അവളിപ്പോൾ ഇറങ്ങണ്ടാവും അപ്പച്ചി. എന്നാ പോവല്ലേ? അതിന് നിങ്ങളുടെ പിന്നാരെ മോർണിംഗ് എത്തണ്ടേ? അവൾ ഇതുവരെ എത്തിയില്ലേ? ഇതാ ഇപ്പം തന്നെ പോയാൽ രാത്രിയാവും നമ്മൾ തിരിച്ചെത്താൻ. അവളോട് വേഗം ഇറങ്ങി വരാൻ പറ. വൈച്ചു, എൻ്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? ദാ വരുന്നു തെച്ചു വെച്ചി കൺമഷിയുടെ. അതാ മേശപ്പുറത്തുണ്ട് വൈച്ചു, നീ വേഗം വാ, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണേ. സാവിത്രി നോക്കിക്കോണേ. ശരി ചേച്ചി. അതിന് ഈ കുട്ടി ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ. ഞാനിതാ വരണു. മുത്തശ്ശി, കൃഷ്ണച്ച, പോവാണേ. വരൂ സർ. എന്താ നോക്കുന്നു? ഈ സാരി സെക്ഷനൊക്കെ എവിടെയാ? അത് 2nd ഫ്ലോറിലാണ്. രാഹുൽ, ഇവർക്ക് സാരി സെക്ഷൻ കാണിച്ചു കൊടുക്കും. ഓക്കെ മാം, വരും. ആ സുമിത്രേ, നിങ്ങൾ പോയത് നോക്ക്. ഞാൻ ഫയൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പിന്നെ പെട്ടെന്ന് നോക്കണം. ജ്വല്ലറി തന്നെ നമ്മൾ ഒരുപാട് സമയം ചിലവഴിച്ചതാ. ആയിക്കോട്ടെ, ഞങ്ങൾ പെട്ടെന്ന് നോക്കിക്കോളാം. അധികം നേരമൊന്നും എടുക്കില്ല. കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലേ രാഹുൽ? ആ, ചെറുതായിട്ട്. കുറേ സെക്ഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ പുതിയ കുറച്ച് സ്റ്റാഫ്സും വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കും. ഓക്കെ സാർ, നോക്കിക്കോളൂ കേട്ടോ. മാം, ഏത് ടൈപ്പ് സാരീസാണ് നോക്കുന്നത്? ഈ എൻഗേജ്മെൻറ്റ് സാരീസൊക്കെ ഇല്ലേ? ആ, അത് നോക്കട്ടെ. ആ ശോഭ, നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ഇവിടെ? അത് പിന്നെ കിഡ്സ് സെക്ഷനിൽ നിന്ന് ആൾ ലീവ് ആയതുകൊണ്ട് ഗൗരി അവിടേക്ക് പോയിരിക്കുക. അവിടെ തിരക്കില്ലെങ്കിൽ എന്നാൽ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. ആ ഗൗരി, നീ ഇവർക്ക് വേണ്ടത് എടുത്തു കൊടുക്ക്. നിങ്ങൾ എന്താ നോക്കുന്നേ? ഈ ധാവണി സെറ്റൊക്കെ ഇല്ലേ, അതാ ഞങ്ങൾ നോക്കുന്നേ. അതവിടെയാട്ടോ, അങ്ങോട്ടേക്ക് വന്നോളൂ. ചേച്ചി, നല്ല ഭംഗിയുണ്ടല്ലേ ആ ചേച്ചിയെ കാണാൻ. ശരിയാ. നമ്മുടെ വല്യേട്ടന് വേണ്ടി ആലോചിച്ചാലോ? വല്യേട്ടൻ സമ്മതിക്കുമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. വാ, നമുക്ക് അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കാം. ഡാ ശരത്തെ, ഇപ്പം തന്നെ നല്ലോണം നേരം വൈകി. ഇനിയും നിന്നാ ലാസ്റ്റ് ബസ് പോവും. നീ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചേക്കൂടാ. അതിനെന്താ ശോഭിച്ചി, നിങ്ങൾ പൊക്കോ, ഞങ്ങളില്ലേ ഇവിടെ. വാ ഗൗരി, പോവാം. ഇന്ന് കടയിലേക്ക് വന്ന കസ്റ്റമേഴ്സില്ലേ, അവരാരാ ശോഭിച്ചി? ഓ, അതോ വർമ്മക്കാരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ. അത് വെറുതെ അല്ല, എന്തോരം വിലയുടെ സാരിയൊക്കെ അവരെടുത്തേന്നറിയോ? അവർക്ക് എടുത്താൽ എന്താ, അവരുടെ കട തന്നെയല്ലേ. ആ ഗൗരി, നീ വീട്ടിലേക്ക് പോര്. ശബരി നിന്നെ കൊണ്ടാക്കിക്കോളും. ഇനിയിപ്പോൾ നീ ഒറ്റയ്ക്ക് പോണ്ട. നേരെ നല്ലോണം ഇരുട്ടി. കള്ളുകൂടിയന്മാരൊക്കെ ഉണ്ടാവും അവിടെ. അത് കുഴപ്പമില്ല ശോഭിച്ചി. ശബരിക്ക് ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. ശബരിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ അതുവഴി ഇപ്പോൾ പോയാലേ എനിക്കാ സമാധാനക്കേട്. നീങ്ങ വന്നേ. ആ, ഇതാരാ? ഗൗരിയോ? എന്തൊക്കെയുണ്ട് ഗൗരി വിശേഷങ്ങൾ? സുഖല്ലേ? സുഖം. ശബരി എവിടെ അമ്മേ? അവൻ കുളിക്കാൻ കയറിയിരിക്കുക. ഞാൻ പോയി അവനോട് പറഞ്ഞിട്ട് വരാം. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. അവൻ ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ ഇപ്പോൾ ഈ നേരത്ത് അതുവഴി പോണതാ ഞങ്ങൾക്ക് സമാധാനക്കേട്. ഇനിയിപ്പോൾ സീത വല്ലതും പറയുമെന്ന് ആലോചിച്ചിട്ടാണെങ്കിൽ അത് നീ കണക്കാക്കണ്ട. ആ അമ്മേ, പച്ചക്കറിയൊക്കെ ഇനി നാളെ വാങ്ങാം. ഇന്നിപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ശബരി എന്തൊക്കെയോ കൊണ്ടുവരുന്ന കണ്ടീന്. കാലുവേദന ഇപ്പം എങ്ങനെയുണ്ട്? കാലുവേദനയൊക്കെ ഉണ്ട്. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറയും. അതിലും ഭേദപ്പം കാണാതിരിക്കുക. ഗൗരിച്ചി, പോവാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ രമണിയമ്മേ. ഗായു AD കോളേജിലല്ലേ പഠിക്കണേ? ഇന്നാൾ എനിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ ഒന്ന് കണ്ടു. അവളിപ്പം ഫൈനൽ ഇയറാ. ഇനിയൊരു 4-5 മാസം കൂടിയും കാണുള്ളൂ ക്ലാസ്. ഹോസ്റ്റലിലല്ലേ? നല്ല ചിലവായിരിക്കുമല്ലോ. ഫീസൊക്കെ ഇച്ചിരി കൂടുതൽ തന്നെയാ. എന്നാലും അവൾക്കൊരു ജോലിയായാൽ നല്ലതല്ലേ? അവളുടെ കാര്യത്തിനാവുമല്ലോ. അല്ല ശബരി, നിനക്ക് വല്ല ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നോക്കിക്കൂടെ? നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അതും ശോഭിച്ചിനോട് പറയണം. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ 2 തലയും കൂട്ടിമുട്ടിക്കാൻ ശോഭിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതും. എല്ലാം ശരിയായിക്കോളും. വീടെത്തി, ഇറങ്ങിക്കോ. ശരി, എങ്കിൽ നീ പോയിക്കോ. വന്നോ? എവിടെയായിരുന്നു? ഇന്ന് കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആർക്കറിയാം സത്യം എന്താന്ന്? കണ്ണി കണ്ട പയ്യന്മാരുടെ കൂടെ കറങ്ങി നടന്ന് പേർദോഷം കേൾപ്പിക്കരുത് നീയെ. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? ആ ഗായു, നീ എപ്പോഴാ വന്നേ? ക്ലാസ് ഇല്ലേ അപ്പോൾ? ഞാൻ വൈകുന്നേരത്താണ് എത്തിയേ. നാളെ മുതൽ സ്റ്റഡി ലീവ് തുടങ്ങുക.
എന്താടി നിനക്ക് അവളോട് ഇത്ര പ്രിയം? ഓ, ചേച്ചിയെ പറഞ്ഞപ്പോൾ അനിയത്തേക്ക് പൊള്ളി. എൻ്റെ അമ്മ ഇങ്ങനെ വിട്ടിത്തം കാണിക്കാതെ. ഇപ്പൊ തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അവൾ ഒരാളുള്ളത് കൊണ്ട്. അമ്മ ഇങ്ങനെ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഓരോന്ന് പറഞ്ഞ് അവൾ എന്തെങ്കിലും ചെയ്താലേ പിന്നെ നമ്മളെ കിട്ടുന്ന ഓടേണ്ടി വരും. നീ പറഞ്ഞത് കാര്യം, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. എത്തിയോ? അവരെപ്പോഴാ എത്താന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ മാധവ? അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ വരണേന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് നല്ലോണം ഡിലേ ആയിന്ന്. അപ്പോൾ പിന്നെ ഇവിടെ എത്തുമ്പോൾ എന്തായാലും നേരം വൈകും. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മ ഭക്ഷണം കഴിച്ചതല്ലേ, കിടക്കായിരുന്നില്ലേ? എന്നാ ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ. സാവിത്രി ഇപ്പോൾ ഇനി പോകണോ? ഇത്രയും നേരമായില്ലേ? അയ്യോ പോകണം. ഇന്ദു ഇല്ലേ അവിടെ? അവൾക്കിപ്പോൾ 7-ാം മാസമാണ്. കുഞ്ഞാറ്റയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ഇന്നാ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചോ, കൃഷ്ണേട്ടൻ കൊണ്ടാക്കി തന്നോളൂ. ഇന്ദുവിൻ്റെ കാര്യം നമ്മൾ പറ്റ മറന്നു അല്ലേ എടുത്തി? നാളെ അത് കൊടുക്കുമ്പോഴേക്കും കുട്ടികളോട് പോയി എന്തെങ്കിലും സാരി എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയാം. ആ, അത് പറ്റൂ. മാധവ, അവൻ ഈ ചിങ്ങത്തിന് 31 തികയും. ദേവൻ വന്നിട്ട് അവൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചൊന്ന് പറയണം. നടന്നത് തന്നെ. അതിനവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഈ ചെക്കൻ്റെ മനസ്സിലിനി വല്ലവരും ഉണ്ടോ ആവോ? ഇനി ഉണ്ടാവോ? എന്തായാലും ഇത്തവണ നമുക്കത് ചോദിക്കണം. ഇന്ന് നമ്മൾ ആ തുണിക്കടയിൽ കണ്ട കുട്ടി എന്തൊരു ഭംഗിയായ കുട്ടീനെ കാണാൻ. നല്ല ഐശ്വര്യമുള്ള കുട്ടി അല്ലേ എടുത്തി? വല്യേട്ടൻ വന്നു. എത്ര നാളായി എൻ്റെ കുട്ടികളെ കണ്ടിട്ട്. പണിക്കരേട്ടൻ എങ്ങോട്ടാ ഇത്ര നേരത്തെ? ഞാൻ നമ്മുടെ ഗൗരിയുടെ വീട് വരെ ഒന്ന് പോവാം. നമ്മുടെ ഗൗരി മോൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അവളെ കണ്ട് ഇഷ്ടമായിട്ട് എന്നോടൊന്ന് ചോദിച്ചതാ. അത് ചെന്നൊന്ന് പറയാമെന്ന് കരുതി.